ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കി, കുക്കർ ബിരിയാണി. അതിന് 4 സവാള എടുത്ത് അത് 2 വറുത്തെടുത്ത് വെച്ച്, പിന്നെ ഒരു 1/4 സ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി ഒക്കെ എടുത്ത് വെച്ച്. 1/2 കിലോ ചിക്കനായിരുന്നു. കൊച്ചു കപ്പിന് 1 കപ്പ് അരി എടുത്ത് വെച്ച്. ചിക്കൻ വഴട്ടി പുരട്ടി വെച്ച്, ചിക്കന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി തേച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉള്ളി വഴട്ടിയെടുത്തത്. 2 വറുത്ത് കോരിയെടുത്ത് 2 വഴട്ടിയെടുത്ത്, എന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും തക്കാളിപ്പഴവും ഇട്ട് വഴട്ടിയതിന് ശേഷം നെയ്യും കൂടെ ഒഴിച്ച് വഴട്ടി ചിക്കനിട്ട് ഒരു 5 മിനിറ്റ് വെന്തതിന് ശേഷം അതിനകത്ത് പട്ടയും ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ജാതിപത്രി, പിന്നെ ജാതിക്ക എല്ലാം ഇട്ട്, ഉണക്ക നാരങ്ങ ഇട്ട്, 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം, അതിനാവശ്യത്തിനുള്ള ഉപ്പും അതിനകത്തൊഴിച്ച് അരിയിട്ട് ഇളക്കി കുക്കറിന് മൂടിയിട്ട് വിസിലിട്ട് വെച്ച് നല്ലവണ്ണം ഒരു മീഡിയം തീയിൽ 1 വിസിൽ കേട്ടപ്പോൾ നിർത്തി. അതിൻ്റെ ആവിയെല്ലാം അതിൽ തന്നെ ഇരുന്ന് പോയി കഴിഞ്ഞിട്ട് തുറന്ന് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയുണ്ട്. വെന്ത് പോകത്തൊന്നുമില്ല. ഇതിനകത്ത് ചെറിയ അരിയായിരുന്നു. ആ 1 വിസിലിൽ തന്നെ നിർത്തണം. കുക്കറിൻ്റെ അടപ്പ് ലൂസാണ്, അതിൻ്റെ വയറ് ലൂസാണെങ്കിൽ 1 വിസിലിൽ പറ്റത്തില്ല കേട്ടോ. നല്ലതായിട്ട് കിട്ടി. നല്ല പെർഫെക്റ്റായിരുന്നു. നല്ല പൊരുപൊരായിരുന്നു. നല്ലതായിരുന്നു. നല്ല രുചിയുണ്ട്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ വീഡിയോയും കാണണം. എന്നെ നിങ്ങളുടെ കൂട്ടാക്കണം. അടുത്ത ഒരു വീഡിയോ ആയി കാണും വരെ ബൈ ബൈ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നില്ല. എന്നാലും കരിവേപ്പില ഇട്ടായിരുന്നു കേട്ടോ. മല്ലിയിലയും പുതിനയിലയും ഇല്ലായിരുന്നു, അതിട്ടില്ല. കശുവണ്ടി ഇട്ട്, ഏലക്ക ഇട്ട്, ഉണക്ക മുന്തിരിങ്ങ ഇട്ട്, ഇത്രയൊക്കെ ഉള്ളായിരുന്നുള്ളൂ. ബൈ.